നമസ്കാരം. നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള മലയാളികളുടെ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഞെട്ടിക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തുടർന്നുള്ള മാധ്യമ ചർച്ചകളിൽ എല്ലാവരും വീണ്ടും സജീവമായി പങ്കെടുക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പാണ്ഡ്യാല ഷാജിയുടെ വെളിപ്പെടുത്തലുകളാണ്. മറ്റൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ? പി ദിവ്യ ഈ റിട്ടയർമെന്റ് പ്രോഗ്രാമിന്റെ സമയത്ത് പോയി പി ദിവ്യ നടത്തിയിരിക്കുന്ന വമ്പിച്ച ഗീർവാണുണ്ടല്ലോ. ഈ ഗീർവാണും പി ദിവ്യ വലിയ ഇവിടെയും വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിനേക്കാൾ മുമ്പിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതിന് വിട്ടു. അതുകൊണ്ടാണ് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ പ്രമുഖ നേതാവായിട്ടുള്ള എന്റെ സുഹൃത്തുമാണ് അദ്ദേഹമാണ് ഇതേ സംഭവത്തിനകത്ത് ആരോപണ വിധേയമല്ല, അതിനകത്ത് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞൊരു ചാനലിന്റെ റെക്കോർഡ് റൂമിനകത്ത് ഇരുന്നിട്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യയേക്കാൾ എന്നെ ഞെട്ടിച്ച വിഷയവും എന്നെ സങ്കടപ്പെടുത്തിയ വിഷയവും ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കുന്ന പി ദിവ്യയുടെ എന്താ പറയാ പിറകോട്ടടിയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ഡാമേജസ് ആണ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥ പറയുമെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനും നേതാവുമാവുന്നത്? ബാക്കിയവർക്ക് CPM വിട്. പക്ഷെ CPM പോലും പറയാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന ഇദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവന നടത്താൻ ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഒരു കണ്ണൂർ സ്വദേശിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും വളരെ അഗാധമായ ജ്ഞാനമുള്ള, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്ന ഒരു ആളെന്ന നിലയിലും ഇതിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിലും വികാരപരമായി ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉറ്റ ബന്ധുവിന്റെ അത്രയും തീവ്രമായ വികാരമുള്ള ഒരാളാണ് അദ്ദേഹം എന്നും ഉള്ള വിവരം മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കേസിന്റെ ഏറ്റവും സെൻസിറ്റീവായ വിവരങ്ങൾ അദ്ദേഹം പറയുന്നത് 100% ശരിയിലേക്ക് വഴി ചൂണ്ടുന്ന വിവരങ്ങളാണെങ്കിൽ പോലും അതാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട്, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുമാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് കൊണ്ടും, ഇത് നമ്മൾ സാധാരണ ക്രൈം ത്രില്ലർ സിനിമകളിൽ കാണുന്നത് പോലെ പ്രതികൾക്ക് അതൊരു എക്സ്ക്യൂസ് ആവും. ഇത് ചാനൽ ചർച്ചകളിൽ ചർച്ച ചെയ്ത അതേ കഥയാണ് CBI കണ്ടെത്തുന്നത് എന്ന രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞ വളരെ നിർണായകമായ ആ പോയിന്റുകളിലേക്കും ഞാൻ എന്റെ ചർച്ച കൊണ്ടുപോകുന്നില്ല. എന്നാൽ അദ്ദേഹം ചോദ്യം ചോദിച്ച ഒരു വളരെ കൃത്യമായ ഒരു ചോദ്യമുണ്ട്. ഈ കേസിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത ആളെന്ന നിലയിലുള്ള പി ദിവ്യയുടെ റോളിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിജു കണ്ടക്കൈ എന്ന് പറയുന്ന വെറുമൊരു ഗുമസ്തൻ പെട്ടെന്ന് ഈ കേസിനെ തുടർന്ന് ഒരു വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യപ്രതിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്നുള്ള പെട്ടെന്ന് തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ആയി മാറുകയും ചെയ്തത് ഈ ഗൂഢസംഘത്തിന്റെ ശക്തി കേന്ദ്രം എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം, എന്തുകൊണ്ട് ഈ അഴിമതി കഥ ഉണ്ടായി എന്നതാണ്. നമുക്കറിയാം, ഇത് തികച്ചും വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഒരു അഴിമതി കഥയാണ്. അഴിമതി കഥകൾ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. കളക്ടർ ബ്രോ ഒരു വലിയ അഴിമതിക്കാരനാണ്. ന്യൂനപക്ഷ പിന്നോക്കക്ഷേമ വകുപ്പിൽ ഭയങ്കരമായ അഴിമതി നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഫയലുകളെല്ലാം മുക്കിയിട്ടാണ് കളക്ടർ ബ്രോ ചാർജ് കൈമാറിയത് എന്നൊരു അഴിമതി കഥയുണ്ടായി. എന്നാൽ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ സ്വാധീനമുള്ളയാളും ഒരു സെലിബ്രിറ്റിയും എല്ലാ കാര്യങ്ങൾക്കും ഉടനടി മറുപടി പറയുന്ന ഒരാളുമായ കളക്ടർ ബ്രോ നിമിഷ നേരം കൊണ്ട് തന്നെ ആ കള്ളക്കഥ പൊളിച്ചെടുക്കുകയും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരികയും വളരെ ഇളിഭ്യരായി ആ കഥ കെട്ടിച്ചമച്ച എല്ലാവരെയും ഒറ്റ ഇന്റർവ്യൂവിൽ തന്നെ പൊളിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ ഇപ്പോഴും കഴിയുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിയമവാഴ്ചയില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. ഇതേ വിധത്തിലുള്ള ഒരു കള്ളക്കഥയാണ് ഈ പെട്രോൾ പമ്പിന്റെ അപേക്ഷയും എന്ന് മനസ്സിലാക്കാൻ
ഈ പാണ്ഡ്യാല ഷാജി പറഞ്ഞ ഒരു 3-4 പോയിന്റുകൾ നമ്മൾ വിശദമായി പരിശോധിച്ചാൽ തന്നെ മതിയാകും. ഒന്നാമത്, കണ്ണൂരിലെ ആ പെട്രോൾ പമ്പിന്റെ കഥ ആരംഭിക്കുന്നത് തന്നെ അതിന് പോലീസ് അനുമതി നിഷേധിച്ചു എന്ന സ്ഥലത്ത് നിന്നാണ്. അത്രയും ധൈര്യത്തോടുകൂടി ആ പെട്രോൾ പമ്പിന്റെ അനുമതി നിഷേധിച്ച ധീരനായ വളരെ സാഹസികനായ പോലീസുകാരൻ ആരാണ് എന്ന് ഇതുവരെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അപ്പോൾ ആ പോലീസുകാരനെതിരെ ഒരു യുദ്ധവും ഒരു അഴിമതി വിരുദ്ധ ഒരു നടപടിക്കും ഈ പറയുന്ന ഗൂഢസംഘം പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിന്റെ രേഖകളുടെ തുടക്കമെന്ന് പറഞ്ഞാൽ ഒരു ലീസ് എഗ്രിമെന്റ് ആണ്. ലീസ് എഗ്രിമെന്റ് അത് പാണ്ഡ്യാല ഷാജി പറഞ്ഞതുപോലെ അതൊരു വെണ്ടർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഴിമതി മറയ്ക്കാനാണ്. രേഖകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം, ഈ മുദ്രപത്ര നിർമ്മാണവും ആധാരമെഴുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതിന്റെ പിന്നിലെന്നാണ് അദ്ദേഹം പാണ്ഡ്യാല ഷാജി പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 6 മാസം അല്ല 2 വർഷം പഴക്കമുള്ള ഒരു ലീസ് എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എന്നാൽ അത് കൃത്രിമമാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അതിന്റെ പിന്നിൽ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ലീസ് എഗ്രിമെന്റ് ഉണ്ടാക്കുക, അതിന്റെ പേരിൽ 5 പൈസയുടെ ഒരു ട്രാൻസാക്ഷൻ നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ എഗ്രിമെന്റ് തന്നെ വ്യാജമാണ് എന്നതിന് കൃത്യമായ തെളിവാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ പെട്രോൾ പമ്പിന്റെ അപേക്ഷ തന്നെ ഒരു വ്യാജമായ കഥയാണ്. അദ്ദേഹം സ്ഥലം മാറി പോകാൻ തീരുമാനിച്ച് സ്ഥലം മാറി പോകുന്നതിന് അനുമതിയും കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത രേഖകളാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിന്റെ പിന്നിൽ നടന്ന ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും രേഖകളില്ല. അതിന് കൈക്കൂലി കൊടുത്ത പൈസയ്ക്ക് മാത്രമാണ് അവർ രേഖകൾ എന്ന് പറഞ്ഞ് ബാങ്കിന്റെ വിഡ്രോവൽ സ്ലിപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വേദിയിൽ കടന്നു വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. കളക്ടറുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു, ദിവ്യയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു. എന്നാൽ നവീൻ ബാബുവിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു ശത്രു കടന്നു വരുന്ന ഭാവത്തിലല്ല ദിവ്യയെ നവീൻ ബാബു സ്വീകരിച്ചത്. നവീൻ ബാബുവിന് പോലും അപ്രതീക്ഷിതമായ ഒരു ആരോപണമായിരുന്നു ആ വേദിയിൽ അവർ ഉന്നയിച്ചത്. നവീൻ ബാബു അപ്പോൾ ഉണ്ടായ ഷോക്കിൽ നിന്ന് മുക്തനായതിനു ശേഷം ആവണം ഈ കേസിലുള്ള തന്റെ കയ്യിലുള്ള തെളിവുകളുമായി കളക്ടറെ സമീപിച്ചത്. ഈ കേസ് ഇങ്ങനെ ഒരു സ്റ്റേജ്ഡ് പ്രോഗ്രാം ചെയ്യുന്നതിന്റെ പിന്നിൽ, നവീൻ ബാബുവിനെ കുടുക്കുന്നതിന്റെ പിന്നിൽ 2 ഉദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒന്ന്, ആ അഴിമതി കഥയിൽ നവീൻ ബാബുവിനെ തേജോവധം ചെയ്ത് നവീൻ ബാബുവിനെ നിശബ്ദനാക്കുക. നവീൻ ബാബുവിനെ കൊല്ലാനോ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനോ ഉള്ള ഒരു ശ്രമമായിരുന്നില്ല അത്. നവീൻ ബാബുവിനെ തേജോവധം ചെയ്ത് ഇല്ലാതാക്കി അവിടുന്ന് പറഞ്ഞേക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. ഗെയിം പ്ലാൻ പാളിപ്പോയത്, അല്ലെങ്കിൽ കളിയുടെ ഗതി മാറിപ്പോയത് നവീൻ ബാബു അവർ പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാകാം. എന്തായാലും ഇതിന്റെ മുഖ്യ ആസൂത്രകൻ പി ദിവ്യ അല്ല. പി ദിവ്യ വെറുമൊരു, നമുക്കറിയാം പി ദിവ്യയുടെ പല വീഡിയോകളിലും അധോലോക മോഹവുമായി നടന്ന ഒരു വ്യക്തിയാണ് അവർ. അവരുടെ ആ ചാമ്പിക്കോ റീലിന്റെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ റോൾ മോഡൽ അധോലോക നായകരുടെ പ്രവർത്തന രീതിയായിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വരുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു ഉരുക്കുവനിതയുടെ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ക്യാമറമാനെയും കൊണ്ടുവന്ന് ഒരു പാവം, ഒരു വളരെ വിനീതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തേജോവധം ചെയ്ത് ഉരുക്കുവനിതയുടെ ഒരു ഇമേജ് സൃഷ്ടിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇമേജ് സൃഷ്ടിക്കുക, PR കമ്പനികൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് നന്നായി. പണ്ടൊരു റേഡിയോ ജോക്കി ആയിരുന്ന അവർ, ഒരു നാടക അല്ലെങ്കിൽ ഒരു ഡാൻസ് താരമായിരുന്ന അവർക്ക് ഒരു സ്ക്രിപ്റ്റ് എത്ര ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയും എന്നതിന്റെ വളരെ മികച്ച ഉദാഹരണമാണ് അന്ന് നടത്തിയ സ്റ്റേജ് പ്രോഗ്രാം. ആ സ്റ്റേജ് പ്രോഗ്രാം വിജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാട് കോൺഗ്രസിൽ നിന്ന് കടമെടുത്ത ഡോക്ടർ സരനെ പോലെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അടപടലം തോക്കേണ്ട ഒരു ഗതി വരുമായിരുന്നില്ല. നവീൻ ബാബു
ആ വിഷമം കടിച്ചിറങ്ങി ആ നിന്ദ്യമായ ആ സംഭവം പുറത്തു കൊടുത്ത് പാലക്കാട്ടേക്ക് പോയി ഒരു ഇരുണ്ട ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ആ 3-4 മാസത്തിനുള്ളിൽ ഉരുക്കു വനിത എന്ന പുതിയ ഇമേജുമായി പാലക്കാട്ട് വന്ന് പുഷ്പം പോലെ തിരഞ്ഞെടുപ്പ് വിജയിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അധോലോക സംഘങ്ങളുടെ തീരുമാനങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഈ ചെറിയ കൊട്ടേഷൻ ഗ്രൂപ്പിന് ഇല്ലാതെ പോയി. അധോലോക ഗ്രൂപ്പുകൾ ഒരു വിധത്തിലും അവർക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു പോകാൻ അനുവദിക്കത്തില്ല. അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും അവർക്ക് ഇവരുടെ ഒന്നും അനുമതി വേണ്ട. ഇവരെല്ലാം അവരുടെ പിണിയാണുകളാണ് എന്നുള്ള സത്യം അവർ തിരിച്ചറിയാതെ പോയി. നവീൻ ബാബു തിരിച്ചടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം എങ്ങനെയോ അവർക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ സമ്മതമില്ലാതെ തന്നെയാണ് നവീൻ ബാബുവിനെ അവർ വകവരുത്തിയത്. കാര്യം കൈവിട്ടുപോയി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവും നഷ്ടപ്പെട്ട് വീണ്ടും ഒരു ഗ്രൗണ്ട് സീറോയിലേക്ക് തിരിച്ചു പോകണം എന്ന സ്ഥിതി വന്നപ്പോഴാണ് പാർട്ടി ഇടപെട്ട് ഇത് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കുകയും ബോഡി അപ്പോൾ തന്നെ ദഹിപ്പിക്കാനുള്ള ഇടപാടുകൾ ചെയ്യുകയും ചെയ്തത്. കൊലപാതകത്തിൽ പാർട്ടിക്ക് യാതൊരു വിധത്തിലും നേരിട്ട പങ്കുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അധോലോക സംഘങ്ങളുമായി കൂട്ടുചേർന്ന് ഏതെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അവസാന ഗെയിം നിർണയിക്കുന്നത് ആ സംഘങ്ങളായിരിക്കും. ഇനി അതിനെ കവർ ചെയ്ത് തേച്ചുമാച്ച് കറയുന്ന വലിയ ഭാരിച്ച ചുമതലയാണ് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വന്നിട്ടുള്ളത്. അത് എത്രത്തോളം വിജയകരമായി അവർ ചെയ്തു തീർക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തു വരും. കാരണം നമുക്കറിയാം, ഒരു കാരണവശാലും ബിജു കണ്ടക്കയുടെ പേര് പുറത്തു വരാൻ സാധ്യതയില്ല എന്നും ഏഷ്യാനെറ്റിനെ പോലുള്ള ആളുകൾ പറഞ്ഞു. മറ്റെല്ലാ കേസുകളിലും എന്തെങ്കിലുമൊക്കെ തുമ്പ് പുറത്തു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നവീൻ ബാബുവിന്റെ കേസിൽ ഒരു തരിമ്പിന്റെ തെളിവ് പോലും പുറത്തു വരുന്നില്ല. പ്രത്യക്ഷത്തിലുള്ള 2 ഗ്രൂപ്പുകളും പരമ്പരാഗതമായി സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കൽക്കാരും ഏതെങ്കിലും ഒരു ഭാഗത്ത് എതിർചേരിയിൽ ഉണ്ടാവും. അവരാണ് സാധാരണഗതിയിൽ പരസ്പരമുള്ള മത്സരത്തിന്റെ തെളിവുകൾ പുറത്തുവിടുകയും അത് ചാനലുകൾ ചർച്ചയാവുകയും ചെയ്യുന്നത്. എന്നാൽ നവീൻ ബാബുവിന്റെ കേസിൽ ഇരു കൂട്ടരും ഒറ്റക്കെട്ടായി നിന്ന് രഹസ്യമായി എല്ലാ രഹസ്യങ്ങളും പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്നതാണ് മാധ്യമങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പ് ഉടലെടുത്തിട്ടുണ്ട്. അവരെ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പണിയാണ് പല സെക്രട്ടേറിയറ്റ് മെമ്പറെക്കാളും അധികാരമുണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ പുറത്തു പോകുന്നതും അവരുടെ റിബൽ ശബ്ദങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയതും. അപ്പോൾ ഒരു പ്രതീക്ഷയുടെ ചെറു കണിക ഉയർന്നു വന്നിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ബിജു കണ്ടക്കയത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ബിജു കണ്ടക്കയത്ത് ഒരിക്കലും ഒരു ഒറ്റുകാരനാവാൻ സാധ്യതയില്ല. എന്നാൽ ഒറ്റുകാർക്കുള്ള താക്കീതായിട്ടാണ് അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നത്. ഒറ്റുകാരെ ഇതിനോടകം തന്നെ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒറ്റുകാരായ ആരാണോ ഈ ബിജു കണ്ടക്കയത്തിന്റെ ഈ വ്യാജരേഖ ചമയ്ക്കുന്ന വിവരങ്ങൾ പുറത്തു നൽകിയത്, അവരെത്രയും പെട്ടെന്ന് അവർക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും പുറത്തു നൽകി തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ നല്ലതെന്ന് ഞാൻ അവരെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ വളരെ നിർണായകമായ അവസരത്തിൽ ഇത്രയും വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വളരെ ഭയപ്പാടോടുകൂടി തയ്യാറെടുത്ത എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പാണ്ഡ്യാല ഷാജിയോട് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, കൂടുതൽ സെൻസിറ്റീവായ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ചാനലുകളിൽ പറയാതിരിക്കുക. അന്വേഷണം CBI ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ലഭ്യമായ തെളിവുകളെല്ലാം കൃത്യമായ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മാത്രം സമർപ്പിക്കുക. ചാനൽ ചർച്ചകളിൽ സമർപ്പിക്കാതിരിക്കുക. കൂടുതൽ തെളിവുകൾ അധികം താമസിയാതെ തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടുകയും മാധ്യമങ്ങളും അത്തരത്തിൽ കിട്ടുന്ന തെളിവുകൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്കാരം.